ചേട്ടാ മാമ്പഴം എടുത്തോളൂ, ആപ്പിൾ എടുത്തോളൂ. മാമ്പഴം ആപ്പിൾ, മാമ്പഴം ആപ്പിൾ, മാമ്പഴം എടുത്തോളൂ, ആപ്പിൾ എടുത്തോളൂ. വരൂ ചേട്ടാ വരൂ, മാമ്പഴം ആപ്പിൾ വന്നെടുത്തോളൂ. കടയിൽ സാധനങ്ങളൊക്കെ സ്ഥലമില്ലെന്ന് തോന്നുന്നു, അതാ ഫ്രീ ആയിട്ട് വന്ന് എടുത്തോളാം പറയുന്നേ. മരത്തലയാ, ഇത് വിൽക്കാനാ വെച്ചിരിക്കുന്നത്, അല്ലാതെ ദാനത്തിനൊന്നും അല്ല. ഓ അങ്ങനെയാണോ കാര്യങ്ങൾ? ഞാൻ വിചാരിച്ചു മാമ്പഴം എടുത്തോളൂ ആപ്പിൾ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ ഇത് ഫ്രീ ആയിട്ടായിരിക്കുമെന്ന്. നിങ്ങൾ പറയുന്നത് ലോജിക് ഇല്ലല്ലോ. ആ ലോജിക് അനുസരിച്ച് നിന്നെയൊക്കെ ഇപ്പൊ പിടിച്ച് പഞ്ഞിക്കിടേണ്ടതാ, മനസ്സിലായോ? ഇതിപ്പോ കൈനീട്ടത്തിന്റെ സമയം, മൂന്നും കൂടി ഇവിടുന്ന് വിട്ടു പൊയ്ക്കോണം. എന്തിനാടാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നേ? ചായ കുടിക്കണേ ആണിയുള്ള കസേര എടുത്ത് വാട്ടറാ. അത് ആണിയൊന്നും അല്ല, കസേര തലകുത്തനെ വെച്ചേക്കുന്ന. നോക്കാതെ വിചാരിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടും. പിഗ്ഗി ബാങ്ക് എന്നും പറഞ്ഞ് തണ്ണിമത്തൻ എടുത്തിട്ട് കാശ് ഇടാൻ നോക്കിയിട്ട് ദ്വാരമില്ല പോലും. അതെ, എന്റെ ബോട്ടിൽ ചേട്ടനും ഒന്നും നോക്കാതെ നടക്കണ ശീലമുണ്ട്. ഒരു ദിവസം ഉണ്ടല്ലോ, നടന്ന് നടന്ന് അങ്ങ് ചൊവ്വാഗ്രഹം വരെ എത്തി. കഴുത അതിന് ചൊവ്വാഗ്രഹത്തിൽ വെള്ളമില്ലല്ലോ. ഇല്ല, പണ്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ബോട്ടിൽ ചേട്ടനുണ്ടല്ലോ, അത് മുഴുവൻ അങ്ങ് കുടിച്ചു വറ്റിച്ചു. കഴിഞ്ഞോ നിന്റെ? എങ്കിൽ എന്റെ അപ്പൂപ്പന്റെ ബയോഗ്രഫി ഒന്ന് വായിച്ചു നോക്ക്. ബയോഗ്രഫിയോ? ഇത് പക്ഷെ പത്രമല്ലേ? അത് പിന്നെ എന്റെ അപ്പൂപ്പന്റെ എന്ത് കാര്യം ഉണ്ടായാലും ന്യൂസ് പേപ്പറിൽ അടിച്ചു വരും. വായിച്ചു നോക്ക് എന്റെ അപ്പൂപ്പന്റെ വിശേഷങ്ങൾ. എന്നാ ഇങ്ങോട്ട് തന്നെ ഞാനിത് വായിച്ചു നോക്കട്ടെ നിന്റെ അപ്പൂപ്പന്റെ വിശേഷങ്ങൾ. ഹെഡ്ലൈൻ: ഒരു കൊരങ്ങൻ പഴം കട്ടു, കടക്കാരൻ അവനെ പഞ്ഞിക്കിട്ടു. നിന്റെ അപ്പൂപ്പനെ കുറിച്ചുള്ള വാർത്തകളാണല്ലോ പത്രം മുഴുവൻ. നിന്റെ അപ്പൂപ്പനൊരു ഗില്ലാടി ആടാ, ഗില്ലാടി. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ അപ്പൂപ്പൻ പട്ടാളത്തില. അറിഞ്ഞ അതോടെ നിന്റെ കഥ തീരും. അയ്യോ, നീ വായിക്കുന്നത് എന്റെ അപ്പൂപ്പന്റെ വാർത്തയല്ല, ഏതോ കൊരങ്ങന്റെ വാർത്തയാ. മാരമണ്ട. ഇത് സമൂസയാണോ? ഇതിന് കിഴങ്ങ് കുറവ്, മസാല കുറവ്, ചമ്മന്തി കുറവ്. ചുമ്മാ സമൂസ എന്ന് പേര് മാത്രമേ ഉള്ളൂ. സഹോദര, ഇതിനകത്ത് എല്ലാം കുറവായിരിക്കും. ഇതിന്റെ പേര് പക്കവടയെന്നാ. ഓ പക്കവടയായിരുന്നോ? ഞാൻ വിചാരിച്ച സമൂസയാന്ന്. ചേട്ടാ ചേട്ടാ നോക്ക് ചേട്ടാ, ഇങ്ങോട്ട് നോക്ക് ചേട്ടാ, ഇങ്ങോട്ട് ചേട്ടാ. എടാ കാര്യം എന്താന്ന് പറ. 108 പ്രാവശ്യം വിളിക്കാൻ നിനക്ക് വല്ല നേർച്ചയുണ്ടോ? ഒരു ന്യൂസ് ഉണ്ട്, സംഗീതം പഠിപ്പിക്കാൻ ഗുരുവിനെ ആവശ്യമുണ്ട്. ഗുരുദേവ്. അതിനെന്താ പഠിപ്പിക്കാലോ, ഞാൻ പരമ്പരാഗത പാട്ടുകാരനാ. ഞാൻ ജനിച്ചപ്പോ തന്നെ പാടുമായിരുന്നു. പിന്നെ എന്റെ മമ്മി പറഞ്ഞത് ഞാൻ കരയായിരുന്നു. പാട്ടെന്ന് പറയുമ്പോ ഉണ്ടല്ലോ, എന്റെ ഫ്രിഡ്ജ് അങ്കിളുടെ പാട്ടാ പാട്ട്. 8 സ്വരങ്ങളും നല്ലപോലെ പാടുമായിരുന്നു. ഈ കൊടുക്കെന്താ? അതെ, കേട്ടുകൊണ്ടിരുന്നവരുണ്ടല്ലോ, ചാച്ചന്റെ കംപ്രസർ പൊട്ടിച്ചതാ. അതിന്റെ ശബ്ദമാ കുടുക്ക്. പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാ, നമുക്ക് 3 പേർക്കും മ്യൂസിക് ഇഷ്ടമാ. അപ്പൊ ഈ പേരും പറഞ്ഞ് നമ്മുടെ ഇഷ്ടം നടക്കും. നമ്മളെ പോലുള്ള മഹാജ്ഞാനികളിൽ നിന്ന് കുറച്ചു പേർക്ക് ജ്ഞാനവും ലഭിക്കും. വരൂ, നമുക്ക് സംഗീതത്തിന്റെ പൂക്കാലം തീർക്കാം. സ്വന്തമായി അറിയാമെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അടിപൊളി അടിപൊളി അടിപൊളി. നീ വെല്ലാണോ വർത്തിയാതോ ഗായകന്റെ തൊണ്ടയാണോ? ഇതെന്താ ഇങ്ങനത്തെ ശബ്ദം വരുന്നേ? നീ ആദ്യം എന്റെ കാലിന്റെ പുറത്തുനിന്ന് നിന്റെ കാലെടുക്ക്. ഓ നിങ്ങളോ? ഓ ഈ ഇക്കിളിപ്പഴും വരുന്നുണ്ടല്ലോ എനിക്ക്. ഞാൻ കരുതി നിങ്ങളെ എന്നെ ഓർക്കുന്നു. നിങ്ങളാണെങ്കിൽ എന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. പിന്നെ ആരായിരിക്കും എന്നെ ഓർക്കുന്നത്? അതല്ല, 7 സ്വരങ്ങളില്ലേ, അതാ നിങ്ങൾ ഓർക്കുന്നത്. ആ പറയൂ, എവിടെ ഗായകര്? ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു തരൂ. ഓ സംഗീത ഗുരുക്കന്മാർ, അകത്തേക്ക് വന്നാലും അകത്തേക്ക് വന്നാലും.
എന്റെ ഹാർമോണിയം പാടിയാലേ നോഹരമായിരിക്കും, നോഹരം. എടാ നോഹരമല്ല, മനോഹരം, മനോഹരം. ആ എന്റെ ഹാർമോണിയത്തിന്റെ ഒരു കട്ട കാണാനില്ല, അതുകൊണ്ട് നോഹരം. നിനക്കറിയാവോ ഈ സ്വരങ്ങളുടെ ഉത്ഭവം എവിടുന്നാന്ന്? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, നിനക്കും അറിയില്ലെന്ന്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ സംഗീതത്തിലല്ല കണക്കിലാ വീക്ക്. 5 പറഞ്ഞിട്ട് 8 10 അടിയാനും അടിക്കാറുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? നിങ്ങൾ പറയൂ, ഞാൻ മ്യൂസിക് എങ്ങനെയാ പഠിക്കേണ്ടെന്ന്. ചേട്ടൻ എന്തിനാ ചിരിക്കുന്നേ, ഒന്ന് പറയോ? അത് പിന്നെ എനിക്ക് 5-6 തോളയുണ്ടല്ലോ, അതിനകത്ത് ഏതെങ്കിലും തൊട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. ശരി ശരി, നീ ചിരിച്ചോ, തുമ്മിക്കോ, ചുമച്ചോ, നീ എന്ത് വേണേ ചെയ്തോ, പക്ഷെ ഒരു തവണത്തേക്ക് മാത്രം. അത് കഴിഞ്ഞ പാട്ട് പഠിപ്പിക്കാം. ശരി സാറേ, ഇനിക്കൽ എടുക്കത്തില്ല പോരെ. ഓടക്കൊള്ളല്ലേ, നിങ്ങളെ കണ്ടപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. എന്റെ ദേഹത്ത് 3-4 തോളയിട്ടാ എനിക്ക് ഓടക്കൊള്ളിലാകാൻ പറ്റിയത്. പക്ഷെ ഇത്ര മധുരമായ ശബ്ദം എങ്ങനെ കിട്ടും? ആ പറഞ്ഞത് വളരെ ശരിയാ. നമുക്ക് ഇവന്റെ സ്വരം എങ്ങനെ ചെക്ക് ചെയ്യാം. ഓടക്കൊള്ളില്ലേ, ഒരു പാട്ടൊന്ന് പാടിക്കാം. ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. രാവിലെ 2 മണിക്കൂർ അന്ന് പാടണം, പിന്നെ വൈകുന്നേരം 2 മണിക്കൂർ അന്ന് പാടണം, പിന്നെ രാത്രി 2 മണിക്കൂർ അന്ന് പാടണം. അങ്ങനെ 25 വർഷം പാടുമ്പോ നിനക്ക് മനസ്സിലാവും. അപ്പൊ മ്യൂസിക് വരൂ? ഇല്ല, അപ്പൊ ഫീലിംഗ് വരും. ഒരുപാട് സമയം വേസ്റ്റ് ആക്കി ആ സമയത്ത് വേറെ എന്തെങ്കിലും പഠിക്കേണ്ടതായിരുന്നു. നോക്ക്, സംഗീതം മനസ്സുകൊണ്ട് പഠിക്കൂ. സംഗീതം ഉണ്ടല്ലോ വലിയൊരു പ്ലാറ്റ്ഫോമാ. പ്ലാറ്റ്ഫോമാണോ? അപ്പൊ അവിടെ ട്രെയിൻ നിർത്തുമായിരിക്കുമല്ലോ. കുറച്ച് ചിരിക്കൂ, കുറച്ച് ഇക്കിളിയാക്കൂ. നിങ്ങൾ ഇതിനാ വെറുതെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ. നല്ല തമാശമാർക്ക് ജന്മത്തെ മനസ്സിലാകത്തില്ല. അതിനാ പറയുന്നത് ഇന്റലിജന്റ് ആകണം. എന്നെ പോലുള്ള ആൾക്കാരുടെ കൂടെ കറങ്ങാൻ നോക്കേ. ഇക്കിളികാരൻ പയ്യൻ, മ്യൂസിക്കിൽ 14 സ്വരങ്ങളുണ്ട്. 14 സ്വരങ്ങളൊന്നുമില്ല, 7 സ്വരങ്ങളേ ഉള്ളൂ. അതറിയാം, പക്ഷെ നീ ചെയ്ത് 14 വരെ എത്തുമല്ലോ. എന്റെ ഒരു അമ്മാവനുണ്ട്, വളരെ ഹൈ പിച്ചിലേ പാടുള്ളൂ. അമ്മാവനെ പോലെ പാടി കേൾപ്പിക്കട്ടെ? എങ്കിലൊന്ന് കാണട്ടെ. ഓക്കെ, ശരി. ഹൈ പിച്ചിൽ പിടിക്കാവേ. ഇതെന്ത് സാധനം? അതെന്നെ അമ്മാവൻ 24ാമത്തെ നിലയിൽ നിന്ന് പാടുന്നോണ്ടാണ് ഹൈ പിച്ച്. നമ്മളിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലല്ലേ ഇരിക്കുന്നത്, അപ്പോ പിന്നെ ഇതൊക്കെ മതി. എന്നാ പിന്നെ എനിക്ക് ഇപ്പം തബല പഠിപ്പിച്ച. അങ്ങനെയാകുമ്പോ പിന്നെ ലേഡീസിന്റെ സംഗീത സദസ്സിൽ പോകുമ്പോ പ്രശ്നം ഉണ്ടാവില്ല. തബല അവൻ എന്റെ കൂട്ടുകാരനാ. ഞാൻ പാടുന്ന ഇവന്റിലല്ല അവനാ വായിക്കുന്നേ. പാവം, ഇവൻ ഇപ്പോഴും സ്വപ്നലോകത്തിലാ കേട്ടോ. എന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലായതുപോലെ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടണമെന്നുണ്ടോ? മതി മതി മതി. നിങ്ങൾ വന്നത് മുതൽ വാചകം അടിച്ചോണ്ടിരിക്കുന്നല്ലാതെ എന്നെ ഇതുവരെ സംഗീതം പഠിപ്പിച്ചിട്ടേ ഇല്ല. എന്റെ അമ്മാവനെ ഞാൻ വിളിക്കണോ? അമ്മാവൻ അടിക്കുന്ന അടി തീപ്പരി പറക്കും, മനസ്സിലായോ? സ്റ്റുഡന്റ് ആയിട്ടും പഠിപ്പിക്കാൻ വന്ന ആൾക്ക് മര്യാദ തരണില്ലല്ലോ. ഓടക്കുഴലേ, എന്റെ അപ്പൂപ്പൻ പട്ടാളത്തിലാ. അടിച്ച് നിന്നെ പഞ്ഞിക്കിട്ടുകളയും. അടിക്കുന്ന അടിയിൽ നിന്റെ മുഖം വളഞ്ഞ് ഹോക്കി സ്റ്റിക്ക് പോലെ ആകും. കൂടുതൽ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരരുത്, മനസ്സിലായോ? നിന്റെ അമ്മാവൻ മെമ്പർ ആണല്ലേ? എന്നാ പിന്നെ അത് ഇപ്പൊ തന്നെ അങ്ങ് അറിയിച്ചേക്കാം. അമ്മാവ ഇങ്ങോട്ടൊന്ന് വന്നേ. കുറച്ചുപേരും ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ സ്വരമൊന്നും അത്രയ്ക്ക് ശരിയല്ല. നമുക്കതൊന്ന് ശരിയാക്കി എടുക്കണം. അതിനെന്തിനാ നീ നിന്റെ അമ്മാവനെ വിളിക്കുന്നത്? ഞാനും എന്റെ അപ്പൂപ്പനെ വിളിക്കും, പറഞ്ഞില്ലാതെ വേണ്ട. അതെന്റെ അമ്മാവൻ വരുമ്പോ നേരിട്ടങ്ങ് പറഞ്ഞാ മതി. നിന്റെ അമ്മാവൻ ഞങ്ങൾ എന്ത് ചെയ്യും പറ? നമുക്ക് കാണാലോ. നിനക്ക് എന്റെ അപ്പൂപ്പനെ ശരിക്കും അറിയാൻ പാടില്ലാത്തോണ്ടാ. എത്തിപ്പോയി എന്റെ അമ്മാവൻ. എന്റെ അപ്പൂപ്പന്റെ പേര് കേട്ട ആരുടെ അമ്മാവനാണെങ്കിലും പേടിച്ചോടും. നോക്കട്ടെ ആരാ നിന്റെ അമ്മാവനെന്ന്. അയാളെന്താ വലിയ ഗണ്ണാണോ? അതെ, ഞാനാണ് അവന്റെ അമ്മാവൻ, പോപ്പ് സിംഗ്. പട്ടാളത്തിലൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, അത് മതി. മന്ത്രിയാണ്. എവിടെ പോയി? ബൈ ബൈ.